എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രീസ്റ്റിന് ശേഷം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമായ ആസിഫ് അലി, അനശ്വര രാജൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ രേഖാചിത്രം എന്ന സിനിമ തിയേറ്ററുകളിൽ വിജയകരമായിട്ടിന്ന് 4-ാം ദിവസം പിന്നിടാൻ ഒരുങ്ങുകയാണ്. ചിത്രത്തിന്റെ 4-ാം ദിവസമായ ഇന്ന് ഞായറാഴ്ച ഗംഭീര ബുക്കിംഗാണ് ചിത്രം കളിക്കുന്ന ഓരോ തിയേറ്ററിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. രേഖാചിത്രം റിലീസ് ചെയ്ത ആദ്യ ദിവസം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും 4 കോടിക്ക് മുകളിലും 2-ാം ദിവസം 6 കോടിക്ക് മുകളിലുമാണ് സ്വന്തമാക്കിയിരുന്നത്. അങ്ങനെ ടോട്ടൽ 2 ദിവസങ്ങൾ കൊണ്ട് ചിത്രം 10 കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ 3-ാം ദിവസമായ ആദ്യ ശനിയാഴ്ച ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ മാത്രം 8 കോടിക്ക് മുകളിൽ വന്നെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ചിത്രത്തിന്റെ 3 ദിവസത്തെ ആഗോള കളക്ഷൻ റിപ്പോർട്ട് ടോട്ടലായി 18 കോടി രൂപയോളം നേടിക്കഴിഞ്ഞു. ഇന്ന് ചിത്രത്തിന്റെ 4-ാം ദിവസമാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞു പോയ 3 ദിവസത്തേക്കാൾ ഏറ്റവും മികച്ച കളക്ഷനായിരിക്കും ചിത്രം ഇന്ന് സ്വന്തമാക്കാൻ പോകുന്നത്. അതായത് ചിത്രം ഇന്നത്തോടെ ആഗോള കളക്ഷനിൽ നിന്നും 25 കോടി പിന്നിടാൻ ഒരുങ്ങുകയാണ്. ചിത്രത്തിലെ മമ്മൂട്ടി എന്ന നടന്റെ അടയാളപ്പെടുത്തലും മികച്ച കഥയും മികച്ച അഭിനേതാക്കളും മികച്ച റിലീസും കൂടി ചിത്രത്തിന് ലഭിച്ചപ്പോൾ കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമയ്ക്ക് ശേഷം ആസിഫ് അലിയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയത്തിലേക്കാണ് രേഖാചിത്രം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ചിത്രത്തിന്റെ 4-ാം ദിവസം വൈകുന്നേരം ബുക്ക് മൈ ഷോയിലൂടെ നോക്കുമ്പോൾ ഓരോ മണിക്കൂറിലും വിറ്റുപോകുന്നത് 5000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ്. അതോടൊപ്പം കേരളത്തിന് പുറത്ത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും ഓവർസീസിലും ചിത്രത്തിന് നൈറ്റ് എക്സ്ട്രാ ഷോകൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഈ ഒരു മിന്നും ബോക്സ് ഓഫീസ് വിജയത്തിൽ ചിത്രത്തിന്റെ സക്സസ് സെലിബ്രേഷനും ഈ കഴിഞ്ഞ മണിക്കൂറിൽ നടക്കുകയുണ്ടായി. അതിൽ മമ്മൂക്കയും പങ്കെടുക്കുന്നുണ്ട്. ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും 18 കോടി രൂപയോളം കളക്ട് ചെയ്ത ഈ ഒരു ചിത്രത്തിന്റെ വീക്കെൻഡ് കളക്ഷനിലൂടെ മാത്രം എത്ര കോടി വരെ നേടാൻ സാധ്യതയുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ പ്രേക്ഷകർക്ക്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.